അമൽനാഥ് കൂടി ചേരുകയാണ്. മഹാരാജാസിൽ നിന്ന് അഭിമന്യു കുത്തേറ്റ് വീണ ആ മണ്ണിൽ നിന്ന്. അമൽ, ഓർമ്മകൾ ഇരമ്പിയാർക്കുന്ന ഇടമാണ് മഹാരാജാസ് എന്ന് പറയുന്നത്. അഭിമന്യു കുത്തേറ്റ് വീണ ഇടം, ആ ചോരയുടെ ഗന്ധം ഇപ്പോഴും ആ മണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അഭിമന്യുവിൻ്റെ പ്രിയ സഖാക്കൾ എങ്ങനെയാണ് ഈ ദിവസം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവിനെ ഓർക്കുന്നത്? മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, 2018 ജൂലൈ 2 അർദ്ധരാത്രിയിൽ ഈ മഹാരാജാസ് ക്യാമ്പസിന്റെ ഈ കവാട ഭാഗത്ത് വെച്ചാണ് അഭിമന്യു കുത്തേറ്റ് മരിക്കുന്നത്. SDPI ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ കുത്തേറ്റാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. ഇവിടെ ഈ നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി അഭിമന്യുവും മറ്റ് SFI പ്രവർത്തകരൊക്കെ അതിന്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മതതീവ്രവാദികൾ സംഭവസ്ഥലത്തേക്ക് എത്തുകയും അവിടെ അതിക്രമം അഴിച്ചുവിടുകയും ഒക്കെ ചെയ്തത്. ഇവിടെ അഭിമന്യു എഴുതി വെച്ച വർഗീയത തുലയട്ടെ എന്ന ഒരു മുദ്രാവാക്യം അത് തന്നെയാണ് അവരെ പ്രകോപിപ്പിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അന്ന് അഭിമന്യു കൊല്ലപ്പെട്ടതിനു ശേഷം പിന്നീടുള്ള കാലങ്ങളിലൊക്കെ തന്നെയും മഹാരാജാസ് ക്യാമ്പസ് മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളും അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും വർഗീയത തുലയട്ടെ എന്ന ഒരു മുദ്രാവാക്യം അത് അവർ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ നിരവധി പ്രവർത്തകർ, അതായത് ഏകദേശം 100 കണക്കിന് വിദ്യാർത്ഥികളാണ് മഹാരാജാസ് ക്യാമ്പസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ SFI സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ ചുവരെഴുത്തും ഒപ്പം തന്നെ അനുസ്മരണ പരിപാടിയുമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. CPM ജില്ലാ സെക്രട്ടറി S സതീഷ്, ഒപ്പം തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശിവപ്രസാദ്, സെക്രട്ടറി PS സഞ്ജീവ്, ജില്ലാ പ്രസിഡന്റ് രഘു കൃഷ്ണൻ, ഒപ്പം തന്നെ സെക്രട്ടറി ആശിഷ് ആനന്ദ്, DYFI ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് എന്നിവർ ഈ ഒരു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ അർദ്ധരാത്രിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മഹാറാലി, അതായത് ഈ ഒരു ക്യാമ്പസിന്റെ കിഴക്കേ കവാട ഭാഗത്തേക്ക് നിരവധി വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത മഹാറാലിയും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ നടന്നു എന്നുള്ളതാണ്. അവർ കൈത്തിരി കത്തിച്ചുകൊണ്ടായിരുന്നു ആ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ അഭിമന്യുവിൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള നാടകവും ഈ ക്യാമ്പസിനകത്ത് അരങ്ങേറുകയും ചെയ്തു. ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടി മറൈൻ ഡ്രൈവ് ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നിന്ന് വിദ്യാർത്ഥികളുടെ റാലി സംഘടിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം കോളേജിൽ പൊതുസമ്മേളനം നടക്കും. ഈ പൊതുസമ്മേളനം M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ CPMന്റെ നേതൃത്വത്തിൽ എല്ലാ ബ്രാഞ്ചുകളിലും, ജില്ലയിലെ എല്ലാ ബ്രാഞ്ചുകളിലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ പതാക ഉയർത്തിയിരുന്നു. അതോടൊപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഈ ഒരു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ക്യാമ്പസിനകത്തേക്ക് നിരവധി പ്രവർത്തകർ അല്ലെങ്കിൽ നിരവധി വിദ്യാർത്ഥികൾ ഈ ഒരു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി കടന്നു വരുന്ന കാഴ്ചകളാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി തന്നെ മഹാറാലി സംഘടിപ്പിച്ചു. അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെയും അഭിമന്യുവിനെ ഓർത്തെടുക്കുന്ന ദിവസമാണ് ഇന്നൊരു ദിവസം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കഴിഞ്ഞ 8 വർഷമായി വിദ്യാർത്ഥികളുടെ മനസ്സിലൊക്കെ തന്നെയും അഭിമന്യു ഓർമ്മയായി ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അഭിമന്യു ഉയർത്തിയ മുദ്രാവാക്യം, അഭിമന്യു ചുമരിലെഴുതിയ ആ ഒരു വാചകം, അതായത് വർഗീയത തുലയട്ടെ എന്ന ഒരു വാചകം സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികളും അത് ഏറ്റെടുക്കുന്ന നാളുകളായിരുന്നു കഴിഞ്ഞൊരു 8 വർഷം എന്നതിൽ യാതൊരു സംശയവുമില്ല. മനു, വർഗീയത തുലയട്ടെ, അഭിമന്യു ഉയർത്തിയ ആ മുദ്രാവാക്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ ജ്വലിക്കുകയാണ്. അഭിമന്യുവിൻ്റെ പ്രിയ സഖാക്കൾ ആ മുദ്രാവാക്യം ഉറക്കെ വിളിച്ചുകൊണ്ട് ഇന്നും കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഈ നാടിൻ്റെ മതനിരപേക്ഷതയ്ക്ക് കാവൽ നിൽക്കുന്നുണ്ട് എന്നതാണ് അഭിമന്യുവിൻ്റെ ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. വർഗീയവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയ SFI നേതാവ് അഭിമന്യുവിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മയിലാണ് എറണാകുളം മഹാരാജാസ് കോളേജ്. ആ മഹാരാജാസ് കോളേജിൽ നിന്നാണ് ഇപ്പോൾ അമൽ നമ്മളോട് സംസാരിച്ചത്.